ഇവിടെ ഇനി തന്നിരിക്കുന്നത് സെലക്ട് ഓപ്പറേഷന്റെ ഒരു എക്സാമ്പിളും അതിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ട് അല്ലെങ്കിൽ റിസൾട്ടുമാണ്. സെലക്ട് ഓപ്പറേഷന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? എപ്പോഴും കുറേയധികം ടപ്പിൾസ് ആയിരിക്കും അല്ലെങ്കിൽ റോസ് ആയിരിക്കും. ഇവിടെ തന്നിരിക്കുന്നത് നോക്കുക, സിഗ്മ ഡിപ്പാർട്ട്മെന്റ് നമ്പർ ഈക്വൽ ടു 4 ആൻഡ് സാലറി ഗ്രേറ്റർ ദാൻ 25,000 ഓർ ഡിപ്പാർട്ട്മെന്റ് നമ്പർ ഈക്വൽ ടു 5 ആൻഡ് സാലറി ഗ്രേറ്റർ ദാൻ 30,000 ഫ്രം എംപ്ലോയി എന്നാണ് തന്നിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ മീനിങ് എന്താണ് ഈ തന്നിരിക്കുന്ന ഓപ്പറേഷന്റെ? അതായത് ഡിപ്പാർട്ട്മെന്റ് നമ്പർ 4ഉം സാലറി 25,000 കൂടുതലുമുള്ള ആളുടെയോ അല്ലെങ്കിൽ ഇവിടെ ഓർ തന്നിരിക്കുന്നതുകൊണ്ട് അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് നമ്പർ 5ഉം അതുപോലെ തന്നെ സാലറി 30,000 കൂടുതലുള്ള ആളുടെയോ ഡീറ്റെയിൽസ് എംപ്ലോയി എന്ന് പറയുന്ന റിലേഷനിൽ നിന്നും റിട്രീവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ റോസ് റിട്രീവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എംപ്ലോയി എന്ന് പറയുന്ന റിലേഷന് ടോട്ടലായിട്ട് വരുന്ന ആട്രിബ്യൂട്ട്സ് ആണ് ഈ തന്നിരിക്കുന്നത്. എഫ് നെയിം, മിനിറ്റ്, എൽ നെയിം, SSN, ബി ഡേറ്റ്, അഡ്രസ്, സെക്സ്, സാലറി, സൂപ്പർ SSN, ഡി നമ്പർ എന്ന് പറയുന്നത്. അപ്പൊ എത്ര ആട്രിബ്യൂട്ട്സ് ഉണ്ടോ അതെല്ലാം തന്നെ പുതിയതായിട്ട് വരുന്ന ഈ റിലേഷനകത്ത് ലിസ്റ്റ് ചെയ്യും. ആട്രിബ്യൂട്ട്സിന്റെ എണ്ണം എപ്പോഴും സെയിം ആയിരിക്കും. ഇനി റോസ് അല്ലെങ്കിൽ ടപ്പിൾസിന്റെ എണ്ണം എന്ന് പറയുന്നതോ നമ്മൾ കൊടുക്കുന്ന കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന എത്ര ടപ്പിൾസ് ഉണ്ടോ അത്രയും ടപ്പിൾസ് ആയിരിക്കും ഈ എംപ്ലോയി എന്ന് പറയുന്ന റിലേഷനകത്ത് നിന്നും റിട്രീവ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ 3 ടപ്പിൾസ് മാത്രമേ നമ്മൾ കൊടുത്തിരിക്കുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുള്ളൂ. അതായത് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിപ്പാർട്ട്മെന്റ് നമ്പർ 5 ആണെങ്കിൽ സാലറി എന്ന് പറയുന്നത് 30,000 കൂടുതലായിരിക്കണം. അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റ് നമ്പർ 4 ആണെങ്കിൽ സാലറി എന്ന് പറയുന്നത് 25,000 കൂടുതലായിരിക്കണം. ഇതിൽ ഏതെങ്കിലും കണ്ടീഷൻസ് ഒരെണ്ണമെങ്കിലും ട്രൂ ആയിട്ട് വരുന്ന ടപ്പിൾസ് ഉണ്ടെങ്കിൽ അതിനെല്ലാം കൂടെ കൂട്ടി ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഔട്ട്പുട്ട് ആണ് ഈ തന്നിരിക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ പുതിയൊരു റിലേഷനും കൂടെ ആയിരിക്കും. ഇനി അടുത്ത പേജിൽ തന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് അല്ലെങ്കിൽ ബൂളിയൻ ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുന്ന കാര്യം പറഞ്ഞായിരുന്നു. അപ്പൊ നമ്മൾ സാധാരണ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്ത് യൂസ് ചെയ്യുകയാണെങ്കിലും ആൻഡിനും ഓറിനും നോട്ടിനും അതിൻ്റെതായ കുറച്ച് സ്പെഷ്യാലിറ്റി ഉണ്ട്. അപ്പൊ അത് തന്നെയാണ് ഇവിടെ നമ്മൾ സെലക്ടിനകത്ത് യൂസ് ചെയ്യുമ്പോഴും ഉള്ളത്. അതാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പൊ ഒന്നാമതായിട്ട് പറഞ്ഞിരിക്കുന്ന ആൻഡിന്റെ പ്രോപ്പർട്ടിയാണ്. നമ്മൾ 2 കണ്ടീഷൻസിനെ തമ്മിൽ കമ്പൈൻ ചെയ്യാൻ വേണ്ടിയാണല്ലോ ഇങ്ങനത്തെ ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ആൻഡ് യൂസ് ചെയ്യുമ്പോൾ പ്രത്യേകത എന്താണ്? ഒന്നാമത്തെ കണ്ടീഷനും രണ്ടാമത്തെ കണ്ടീഷനും ട്രൂ ആണെങ്കിൽ മാത്രമേ ആ സ്പെസിഫിക് ആയിട്ടുള്ള റിലേഷനിൽ നിന്നും ടപ്പിൾസിനെ റിട്രീവ് ചെയ്യത്തുള്ളൂ. 2 കണ്ടീഷൻസ്, എത്ര കണ്ടീഷൻസ് ഉണ്ട്? 2 എന്നല്ല, എത്ര കണ്ടീഷൻസിനെ കമ്പൈൻ ചെയ്യുന്നോ അത്രയും കണ്ടീഷൻസ് ട്രൂ ആണെങ്കിൽ മാത്രമേ ടപ്പിൾസിനെ അല്ലെങ്കിൽ റോസിനെ റിട്രീവ് ചെയ്യത്തുള്ളൂ. അടുത്തതെന്ന് പറഞ്ഞാല് ഓറിന്റെ പ്രോപ്പർട്ടിയാണ്. ഓറിന്റെ പ്രത്യേകത എന്താണ്? എത്ര കണ്ടീഷൻസ് ഉണ്ടോ അതിൽ ഏതെങ്കിലും ഒരെണ്ണം മാത്രം അറ്റ് എ ടൈമിൽ ട്രൂ ആയിട്ടുണ്ടെങ്കിൽ ആ ഒരു ടപ്പിൾസിനെ നമ്മൾ റിട്രീവ് ചെയ്തിരിക്കും. ഇനി അടുത്ത നോട്ടിന്റെ എന്ന് പറഞ്ഞാലോ, നോട്ട് കണ്ടീഷൻ തന്നിരിക്കുന്ന കണ്ടീഷൻ തെറ്റ് ആകുമ്പോഴാണ് ടപ്പിൾസിനെ റിട്രീവ് ചെയ്യുന്നത്. അത്രയും കാര്യങ്ങളാണ് ഇവിടെ ഒന്ന് ഓർക്കാൻ വേണ്ടി കുറച്ച് പോയിന്റ്സ് ആയിട്ട് തന്നിരിക്കുന്നത്. പിന്നെ തന്നിരിക്കുന്നത് നമ്മുടെ സെലക്ടിന്റെ പ്രോപ്പർട്ടീസ് തന്നെയാണ്. സെലക്ട് എന്ന് പറഞ്ഞാൽ യൂണറി ഓപ്പറേഷൻ ആണ്. നമ്മൾ ആദ്യമേ തന്നെ പഠിച്ചായിരുന്നു. എന്താ കാരണം? എന്താ? ഒരു സിംഗിൾ റിലേഷനിൽ ഓപ്പറേറ്റ് ചെയ്യുന്നതാണ് സെലക്ട് എന്ന് പറയുന്ന ഓപ്പറേഷൻ. അതുകൊണ്ടാണ് യൂണറി എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഡിഗ്രി ആണ്. ദ ഡിഗ്രി ഓഫ് ദ റിലേഷൻ റിസൾട്ടിംഗ് ഫ്രം എ സെലക്ട് ഓപ്പറേഷൻ ഈസ് number of attributes is the same as the degree of R. The number of tuples in the resulting relation is always less than or equal to the number of tuples in R. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? നമ്പർ ഓഫ് കോളംസിന്റെയും നമ്പർ ഓഫ് റോസിന്റെയും എണ്ണം പുതിയ റിലേഷനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയാന്നുള്ള കാര്യമാണ് പറയുന്നത്. ഇവിടെ R എന്ന് പറയുന്നതാണ് നമ്മുടെ കൈവശമുള്ള റിലേഷൻ. റിലേഷണൽ ഡേറ്റാബേസിനകത്ത് റിലേഷൻ എന്ന് പറയുന്നത്, ടേബിൾ എന്ന് പറയുന്നത്. ആ ടേബിളിനകത്ത് എത്ര നമ്പർ ഓഫ് ആട്രിബ്യൂട്ട്സ് വരുന്നുണ്ടോ അതാണ് R എന്ന് പറയുന്ന റിലേഷന്റെ ഡിഗ്രി എന്ന് പറയുന്നത്. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് എംപ്ലോയി എന്ന് പറയുന്നതിനകത്ത് ഒരു 10 ആട്രിബ്യൂട്ട്സ് അല്ലെങ്കിൽ 10 കോളം നെയിംസ്, നെയിം, അഡ്രസ്, സാലറി, ഡിപ്പാർട്ട്മെന്റ് എന്നൊക്കെ പറഞ്ഞ് വരുന്നുണ്ടെങ്കിൽ ആ 10 എന്നുള്ള നമ്പർ ആണ് ഈ R എന്ന് പറയുന്ന റിലേഷൻ അല്ലെങ്കിൽ എംപ്ലോയി എന്ന് പറയുന്ന റിലേഷന്റെ ഡിഗ്രി എന്ന് പറയുന്നത്. അപ്പൊ അത്രയും തന്നെയായിരിക്കും ഇതിൽ നിന്നും സെലക്ട് ഓപ്പറേഷൻ പെർഫോം ചെയ്ത് കിട്ടുന്ന റിലേഷനും ഉള്ളത്. അതായത് ആട്രിബ്യൂട്ട്സിന്റെ എണ്ണം എന്ന് പറയുന്നത് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള റിലേഷനും അതുപോലെ തന്നെ പുതിയതായിട്ട് കിട്ടുന്ന റിലേഷന്റെ എന്ന് പറഞ്ഞാൽ സെയിം തന്നെയായിരിക്കും. ഇനി ടപ്പിൾസ് അല്ലെങ്കിൽ റോസിന്റെ എണ്ണം എന്ന് പറഞ്ഞാലോ, റോസിന്റെ എണ്ണം എപ്പോഴും നമ്മുടെ കൈവശമുള്ള R എന്ന് പറയുന്ന റിലേഷനോട് ഒന്നെങ്കിൽ ഈക്വലോ അല്ലെങ്കിൽ കുറവോ ആയിരിക്കും. ഈക്വൽ എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന കണ്ടീഷനെ ബേസ് ചെയ്തിട്ടാണ് ഈക്വൽ ആണോ കുറവാണെന്നുള്ള കാര്യം പറയുന്നത്.
അപ്പോൾ മാക്സിമം ആയിട്ട് വരുന്ന എപ്പോഴായിരിക്കും? ഈക്വൽ ആയിട്ട് വരുന്നതായിരിക്കും, അല്ലെങ്കിൽ കുറവായിരിക്കും. നമ്മൾ പറയുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ആ നമ്പർ ഓഫ് ടപ്പിൾസ് മാത്രമായിരിക്കും ആറിൽ നിന്നും ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുന്ന റിലേഷന് ഉണ്ടാകുക. പിന്നെ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ സെലക്ട് എന്ന് പറയുന്ന ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ കമ്മ്യൂട്ടേറ്റീവ് ആണെന്നാണ് പറയുന്നത്. കമ്മ്യൂട്ടേറ്റീവ് എന്ന് പറഞ്ഞാൽ, അതായത് ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നിലധികം സെലക്ട് ഓപ്പറേഷൻസ് അറ്റ് എ ടൈമിൽ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം അങ്ങനെ വരുമ്പം നമ്മൾ ആദ്യമേ കൊടുക്കുന്ന കണ്ടീഷൻ രണ്ടാമത് വന്നാലോ, അല്ലെങ്കിൽ രണ്ടാമത് കൊടുക്കുന്ന കണ്ടീഷൻ മൂന്നാമത് വന്നാലോ, ആ ഓർഡർ, കണ്ടീഷന്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ അവിടെ മാറ്റർ ചെയ്യുന്നില്ല. കാരണം കണ്ടീഷൻസ് എങ്ങനെയൊക്കെ കൊടുത്താലും ഇതിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? സെയിം ആയിരിക്കും. അതുകൊണ്ട് കണ്ടീഷൻസിന്റെ ഓർഡർ ചേഞ്ച് ചെയ്താലും അതവിടെ മാറ്റർ ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് കമ്മ്യൂട്ടേറ്റീവ് എന്ന് പറയുന്നത്. പിന്നെ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, സെലക്ട് എന്ന് പറയുന്ന നമ്മുടെ ഓപ്പറേഷൻ കാസ്കേഡ് അല്ലെങ്കിൽ സീക്വൻസ് ആണെന്നാണ് പറയുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഒന്നിലധികം സെലക്ട് ഓപ്പറേഷൻസിനെ നമുക്ക് ആൻഡ് എന്ന് പറയുന്ന നമ്മുടെ ഓപ്പറേറ്റർ യൂസ് ചെയ്ത് ഒരു സിംഗിൾ സെലക്ട് ആയിട്ട് നമുക്ക് മാറ്റാവുന്നതാണ്. അതുകൊണ്ടാണ് കാസ്കേഡ് ഓപ്പറേഷൻ ആണെന്ന് പറയുന്നതിന്റെ കാരണം. പിന്നെ പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ SQL എന്ന് പറയുന്ന ലാംഗ്വേജിനകത്തെ വെയർ ക്ലോസുമായിട്ട് നമുക്ക് സെലക്ട് എന്ന് പറയുന്ന നമ്മുടെ ഓപ്പറേഷനെ കമ്പയർ ചെയ്യാം, അല്ലെങ്കിൽ സെയിം ആണെന്ന് പറയാം. ഇവിടെ നോക്കിയേ, സെലക്ട് എന്ന് പറയുന്ന കണ്ടീഷൻ യൂസ് ചെയ്ത് തന്നിരിക്കുന്നത് ഡിപ്പാർട്ട്മെന്റ് നമ്പർ 4ഉം അതുപോലെ തന്നെ സാലറി 25,000 ആയിട്ടുള്ള ആൾക്കാരുടെ ടപ്പിൾസ് അല്ലെങ്കിൽ ഡീറ്റെയിൽസ് എംപ്ലോയി എന്ന് പറയുന്ന റിലേഷനിൽ നിന്നും എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത് നമ്മൾ SQL ക്വറി യൂസ് ചെയ്തിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ എങ്ങനെ കൊടുക്കും? സെലക്ട് സ്റ്റാർ ഫ്രം എംപ്ലോയി വെയർ ഡിപ്പാർട്ട്മെന്റ് നമ്പർ ഈക്വൽ ടു 4 ആൻഡ് സാലറി ഗ്രേറ്റർ ദാൻ 25,000. അപ്പൊ ഇത് കിട്ടുമ്പം, ഇത് ചെയ്ത് കിട്ടുമ്പോൾ, അതായത് ഈ ക്വറി എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ടും അതുപോലെ തന്നെ ഈ സെലക്ട് ഓപ്പറേഷൻ എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന റിസൾട്ട് എന്ന് പറഞ്ഞാൽ സെയിം തന്നെ ആയിരിക്കും. ഇനി നമ്മുടെ രണ്ടാമത്തെ യൂണറി ഓപ്പറേഷൻ ആണ് പ്രൊജക്ട് എന്ന് പറയുന്നത്. നമ്മൾ ഇത്രയും നേരവും റോസിനെ നമുക്ക് റിലേഷനിൽ നിന്നും പിക്ക് ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ ഒരു ടേബിൾ അല്ലെങ്കിൽ ഒരു റിലേഷൻ എന്ന് പറഞ്ഞാൽ റോസിന്റെയും കോളംസിന്റെയും കൂടെ കളക്ഷൻ ആണ്. അപ്പൊ നമുക്ക് കോളംസിനെയാണ് റിട്രീവ് ചെയ്യേണ്ടതെങ്കിൽ അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഓപ്പറേഷൻ ആണ് പ്രൊജക്ട് എന്ന് പറയുന്നത്. അതായത് ഒരു റിലേഷനിൽ നിന്നും സ്പെസിഫിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന കുറേയധികം കോളംസിനെയോ അല്ലെങ്കിൽ ഒരു കോളത്തിനെയോ സെലക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഓപ്പറേഷൻ ആണ് പ്രൊജക്ട് എന്ന് പറയുന്ന ഓപ്പറേഷൻ. ഇനി ഇവിടെ കൊടുത്തിരിക്കുന്നത് നോക്കിയേ, if we are interested in only certain attributes of a relation, we use the project operation to project the relation over these attributes only. പിന്നെ നമുക്ക് പറയാവുന്നതാണ്, പ്രൊജക്ട് എന്ന് പറഞ്ഞാൽ ഒരു വെർട്ടിക്കൽ പാർട്ടീഷൻ ആണ്. അതായത് ആട്രിബ്യൂട്ട്സിനെ അല്ലെങ്കിൽ കോളംസിനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ പ്രൊജക്ട് യൂസ് ചെയ്യുന്നത് പറഞ്ഞു. അപ്പൊ നമ്മൾ റോസിന്റെ കാര്യം പറഞ്ഞായിരുന്നു ഹൊറിസോണ്ടൽ പാർട്ടീഷൻ ആണെന്നുള്ള കാര്യം പറഞ്ഞായിരുന്നു. അപ്പം ആട്രിബ്യൂട്ട്സ് എന്ന് പറഞ്ഞാൽ എങ്ങനെ വരുന്നത്, അല്ലെങ്കിൽ കോളം എന്ന് പറയുന്നത് വെർട്ടിക്കൽ ആയിട്ടാണ് വരുന്നത്. അപ്പം ഒരു റിലേഷനകത്തു നിന്നുള്ള യൂസറിന് ഇഷ്ടപ്പെട്ട ആട്രിബ്യൂട്ട്സിനെ മാത്രം സെലക്ട് ചെയ്താണ് നമ്മൾ പ്രൊജക്ട് എന്ന് പറയുന്ന ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നത്. അപ്പൊ അവിടെയും വെർട്ടിക്കൽ പാർട്ടീഷൻ വരുന്നതിന് കാരണം എന്താ? പ്രൊജക്ട് എന്ന് പറയുന്നതിനകത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന കുറേയധികം കോളംസ് അല്ലെങ്കിൽ ആട്രിബ്യൂട്ട്സും കാണും, സാറ്റിസ്ഫൈ ചെയ്യാത്ത കുറേയധികം ആട്രിബ്യൂട്ട്സ് അല്ലെങ്കിൽ കോളംസ് കാണും. അവയെ തമ്മിൽ പാർട്ടീഷൻ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ വെർട്ടിക്കൽ പാർട്ടീഷൻ യൂസ് ചെയ്യുന്നത്. ഇനി അടുത്ത പേജിനകത്ത് ഒരു എക്സാമ്പിൾ നിന്നിട്ടുണ്ട്, സിന്റാക്സ് നിന്നിട്ടുണ്ട്. നമ്മൾ പൈ എന്ന് പറയുന്ന സിമ്പിൾ ആണ് പ്രൊജക്ട് എന്ന് പറയുന്ന ഓപ്പറേഷനെ കാണിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ആട്രിബ്യൂട്ട് ഇവിടെ സിന്റാക്സ് ആണ് തന്നിരിക്കുന്നത്, പൈ ആട്രിബ്യൂട്ട് ലിസ്റ്റ് ആർ എന്ന് പറയുന്നത് ഇവിടുത്തെ റിലേഷന്റെ നെയിമും പൈ എന്ന് പറയുന്നത് നമ്മൾ പ്രൊജക്ടിനെ കാണിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സിമ്പിളും, ആട്രിബ്യൂട്ട് ലിസ്റ്റ് എന്ന് പറഞ്ഞാലോ യൂസർ സ്പെസിഫിക് ആയിട്ട് സ്പെസിഫൈ ചെയ്യുന്ന കുറേയധികം ആട്രിബ്യൂട്ട് അല്ലെങ്കിൽ കോളം നെയിംസ് ആണ് ആട്രിബ്യൂട്ട് ലിസ്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ എക്സാമ്പിൾ തന്നിരിക്കുന്നത് നോക്കുക, പൈ എൽ നെയിം കോമ എസ് നെയിം കോമ സാലറി ഫ്രം എംപ്ലോയി. ഇവിടെ എന്താ ചെയ്യുന്നത്? എംപ്ലോയി എന്ന് പറയുന്ന റിലേഷനിൽ നിന്നും എൽ നെയിം എസ് നെയിം സാലറി എന്ന് പറയുന്ന ആട്രിബ്യൂട്ടുകളെ ലിസ്റ്റ് ചെയ്ത് കാണിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ എൽ നെയിമിനകത്ത് ഏതൊക്കെ വാല്യൂസ് ഉണ്ടോ അതെല്ലാം ലിസ്റ്റ് ചെയ്ത് കാണിക്കും, എസ് നെയിമിനകത്ത് ഏതൊക്കെ വാല്യൂസ് ഉണ്ടോ അതെല്ലാം ലിസ്റ്റ് ചെയ്ത് കാണിക്കും, അതുപോലെ തന്നെ സാലറിക്കകത്ത് ഏതൊക്കെ വാല്യൂസ് ഉണ്ടോ അതും ലിസ്റ്റ് ചെയ്ത് കാണിക്കും. പിന്നെ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ പ്രൊജക്ട് ഓപ്പറേഷൻ ചെയ്ത് കിട്ടുന്ന റിലേഷന്റെ ഡിഗ്രി എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ഡിഗ്രി ഈസ് ഈക്വൽ ടു ദ നമ്പർ ഓഫ് ആട്രിബ്യൂട്ട്സ് ഇൻ ആട്രിബ്യൂട്ട് ലിസ്റ്റ്. അതായത് മുമ്പത്തെ പോലെ ഡിഗ്രി സെയിം അല്ല. എങ്ങനെയായിരിക്കും ഡിഗ്രി വരുന്നത്? നേരത്തെ എന്ന് പറഞ്ഞാല്, അതായത് സെലക്ട് എന്ന് പറഞ്ഞ ഓപ്പറേഷനകത്ത്
നമ്മൾ റോസിനെയാണ് റിട്രീവ് ചെയ്യുന്നതെങ്കിലും എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള റിലേഷനകത്ത് എത്ര ആട്രിബ്യൂട്ട്സ് ഉണ്ടോ അത്രയും ആട്രിബ്യൂട്ട്സ് തന്നെ പുതിയ റിലേഷനകത്തും വരുമായിരുന്നു. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ ആട്രിബ്യൂട്ടിന്റെ എണ്ണം സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു കൊടുത്തിട്ട് തന്നെയാണ് ഈ ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നത്. അപ്പം ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുന്ന റിലേഷന് എത്ര ആട്രിബ്യൂട്ട് ആണ് നമ്മൾ പറഞ്ഞു കൊടുത്തത് അതായിരിക്കും പുതിയതായിട്ട് കിട്ടുന്ന റിലേഷന്റെ ഡിഗ്രി എന്ന് പറഞ്ഞാൽ. ഇപ്പൊ ഇവിടെ എംപ്ലോയി എന്ന് പറയുന്നതിനകത്ത് ഒരു 10 ആട്രിബ്യൂട്ട് ഉണ്ടെങ്കിൽ അതിന്റെ ഡിഗ്രി എന്ന് പറഞ്ഞാൽ 10 ആണ്. പക്ഷെ ഇവിടെ നമ്മൾ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതിനകത്ത് 3 ആട്രിബ്യൂട്ടുകളുടെ കാര്യം മാത്രമേ പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് പുതിയതായിട്ട് കിട്ടുന്ന റിലേഷന്റെ ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഇവിടെ 3 ആയിരിക്കും. ഇനി ടപ്പിൾസിന്റെ എണ്ണം എന്ന് പറഞ്ഞാലോ, ടപ്പിൾസിന്റെ എണ്ണം എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ പഴയ റിലേഷന്റെ അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള റിലേഷന്റെ എണ്ണത്തിനോട് ഈക്വലോ അല്ലെങ്കിൽ കുറവോ ആയിരിക്കും. പിന്നെ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഡ്യൂപ്ലിക്കേറ്റ് എലിമിനേഷൻ എന്ന് പറയുന്ന ഒരു കാര്യമാണ് പ്രൊജക്റ്റിനകത്ത് വരുന്നത്. അതായത് ഒരു കോളം നെയിം അല്ലെങ്കിൽ ആട്രിബ്യൂട്ട് എടുക്കുമ്പോൾ അതിന്റെ ഡൊമെയിനകത്ത് സെയിം ആയിട്ടുള്ള വാല്യൂസ് റിപ്പീറ്റ് ആയിട്ട് വരാം. അതായത് ഒരേ നെയിമിൽ തന്നെ ഒരാൾക്ക് ഇപ്പൊ സാലറി എടുക്കുവാണെങ്കിൽ ഒന്നിലധികം ആൾക്കാർക്ക് തന്നെ ഇപ്പൊ 25,000 രൂപ എന്നുള്ള കാര്യം വരാം. അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് എടുക്കുകയാണെങ്കിൽ ഒന്നിലധികം ആൾക്കാർക്ക് ഒരേ ഡിപ്പാർട്ട്മെന്റ് ജോലി വരാം. അപ്പൊ നമ്മൾ ഇതുപോലെ ലിസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആട്രിബ്യൂട്ടിനകത്ത് ഒരേ വാല്യൂ തന്നെ റിപ്പീറ്റ് ആയിട്ട് വരാതിരിക്കാൻ വേണ്ടിയാണ് ഡ്യൂപ്ലിക്കേറ്റ് എലിമിനേഷൻ എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. പിന്നെ പറഞ്ഞിരിക്കുന്നത് ടപ്പിൾസിന്റെ എണ്ണം നമ്മൾ പറഞ്ഞായിരുന്നു സെയിം തന്നെയോ അല്ലെങ്കിൽ കുറവായിരിക്കും എന്നുള്ള കാര്യം. പിന്നെ പറയുന്നത് SQLനകത്തെ സെലക്ട് ക്ലോസിനോട് ഈക്വൽ ആണ് നമ്മുടെ പ്രൊജക്ട് എന്ന് പറയുന്ന ഓപ്പറേഷൻ. നോക്കുക, പൈ സെക്സ് കോമ സാലറി ഫ്രം എംപ്ലോയി എന്ന് പറഞ്ഞാൽ എന്താ മീൻ ചെയ്യുന്നത്? എംപ്ലോയി എന്ന് പറയുന്ന റിലേഷനകത്തെ സെക്സ് എന്ന് പറയുന്ന കോളം നെയിം അല്ലെങ്കിൽ ആട്രിബ്യൂട്ടിനകത്ത് വരുന്ന വാല്യൂസ് ഏതൊക്കെയാണോ അതും സാലറി എന്ന് പറയുന്നതിനകത്ത് വരുന്ന വാല്യൂസ് ഏതൊക്കെയാണോ അത് ലിസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത് നമ്മൾ സെയിം SQL ക്വറി യൂസ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്താൽ എങ്ങനെ ഇരിക്കും? സെലക്ട് ഡിസ്റ്റിങ്ക്ട് സെക്സ് കോമ സാലറി ഫ്രം എംപ്ലോയി. ഇവിടെ ഡിസ്റ്റിങ്ക്ട് യൂസ് ചെയ്തിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ? നമ്മുടെ പ്രൊജക്റ്റിന് ഒരു പ്രോപ്പർട്ടി ഉണ്ട്, എന്താണ്? ഡ്യൂപ്ലിക്കേറ്റ് എലിമിനേഷൻ എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടി ഉണ്ട്. അതായത് ഒരു വാല്യൂ പിന്നെയും പിന്നെ റിപ്പീറ്റ് ആയിട്ട് വരാൻ പാടില്ല. അതിനുവേണ്ടിയാണ് നമ്മൾ ഇവിടെ ഡിസ്റ്റിങ്ക്ട് എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്യുന്നത്. ഇനി ഇവിടെ നമ്മുടെ പ്രൊജക്റ്റിന്റെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത് നോക്കുക. പൈ എൽ നെയിം എസ് നെയിം സാലറി എംപ്ലോയി. എംപ്ലോയി എന്ന് പറയുന്ന റിലേഷനകത്ത് നിന്നും എൽ നെയിം എന്ന് പറയുന്ന കോളം നെയിം അല്ലെങ്കിൽ എസ് നെയിം എന്ന് പറയുന്ന കോളം നെയിം സാലറി എന്ന് പറയുന്ന കോളം നെയിമിന് ഏതൊക്കെ വാല്യൂസ് ഉണ്ടോ അതെല്ലാം വരാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നോക്കുക, എൽ നെയിമിന് ഇത്രയും വാല്യൂസ് ആണ് ഡിഫറെന്റ് ആയിട്ട് വരുന്നത്, എസ് നെയിമിന് ഇത്രയും വാല്യൂസ് വരുന്നു, അതുപോലെ തന്നെ സാലറിക്കും ഇത്രയും വാല്യൂസ് വരുന്നു. നമ്മൾ ഡ്യൂപ്ലിക്കേഷൻ വരുന്ന കാര്യം എങ്ങനെയാ പറഞ്ഞത്? സ്മിത്ത് ജോൺ എന്ന് പറയുന്ന ആൾക്ക് 30,000 എന്ന് പറയുന്ന ഒരു ഒറ്റ വാല്യൂ വരാൻ പാടുള്ളൂ. ഇവിടെ വീണ്ടും സ്മിത്ത് ജോൺ എന്ന് പറഞ്ഞ് 30,000 എന്ന് പറഞ്ഞ് വീണ്ടും വരാനായിട്ട് പാടില്ല. ഇപ്പൊ വേറെ ഡിപ്പാർട്ട്മെന്റിൽ ചിലപ്പോൾ സെയിം നെയിമുള്ള ആൾക്കാർ കാണാം, അപ്പൊ അവർക്ക് സെയിം സാലറി അങ്ങനെ ഒരു വാല്യൂ വന്നിട്ടുണ്ടെങ്കിലും ആ റിപ്പീറ്റേഷൻ ഒഴിവാക്കിയിട്ട് ഒരു പ്രാവശ്യം മാത്രമേ ഇവിടെ കാണിക്കത്തുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ നോക്കുക, അടുത്ത പൈ സെക്സ് കോമ സാലറി ഫ്രം എംപ്ലോയി. എംപ്ലോയി എന്ന് പറയുന്ന റിലേഷനകത്ത് നിന്നും സെക്സ് എന്നും സാലറി എന്നും പറയുന്ന ആട്രിബ്യൂട്ടുകൾ വരുന്ന പോസിബിൾ ആയിട്ടുള്ള വാല്യൂസിനെ ലിസ്റ്റ് ചെയ്ത് കാണിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നോക്കി, എംപ്ലോയി എന്ന് പറയുന്ന റിലേഷനകത്ത് നിന്നും സെക്സ് എന്നും സാലറി എന്നും പറയുന്ന 2 ആട്രിബ്യൂട്ടുകളെയാണ് ഇവിടെ റിട്രീവ് ചെയ്ത് കാണിച്ചിരിക്കുന്നത്. ഒരേപോലെയുള്ള വാല്യൂസ് വന്നിട്ടുണ്ടോ നോക്കുക. ഒരേപോലെയുള്ള വാല്യൂസ് ഒരിക്കലും വരാനായിട്ട് പാടില്ല. ഇപ്പൊ M 30,000 എന്ന് പറഞ്ഞ ഒരു വാല്യൂ വന്നിട്ടുള്ളൂ, M 40,000 വന്നിട്ടുണ്ട്, M 30,000 എന്ന് പറഞ്ഞ് വീണ്ടും വാല്യൂസ് വന്നിട്ടുണ്ടോ നോക്കുക. അങ്ങനെ വരാനായിട്ട് പാടില്ല. പിന്നെ ഈ റിലേഷന്റെ ഡിഗ്രി എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 2 ആയിരിക്കും, കാരണം 2 ആട്രിബ്യൂട്ടേ വന്നിട്ടുള്ളൂ. ഈ റിലേഷന്റെ ഡിഗ്രി എന്ന് പറഞ്ഞാലോ 3 ആണ്, കാരണം ഇവിടെ 3 ആട്രിബ്യൂട്ടുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം ആട്രിബ്യൂട്ടിന്റെ റിലേഷന്റെ ഡിഗ്രി എന്ന് പറയുന്നത്, പുതിയ റിലേഷന്റെ ഡിഗ്രി എന്ന് പറയുന്നത് പ്രൊജക്റ്റിനകത്ത് നമ്മൾ എടുക്കുന്ന ആട്രിബ്യൂട്ട് ലിസ്റ്റിനെ ബേസ് ചെയ്തിരിക്കും. പക്ഷെ സെലക്റ്റിനകത്ത് എന്ന് പറഞ്ഞാലോ സെയിം തന്നെ ആയിരിക്കും. അപ്പൊ ഇത്രയാണ് സെലക്റ്റിനകത്തും പ്രൊജക്റ്റിനകത്തും വരുന്നത്.